ഏവർക്കും ഫോക്കസ് കേരള ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയുടെ തുടർ വീഡിയോകളാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന പാലാ നിയോജക മണ്ഡലം ആണ്. നിലവിലെ MLA ശ്രീ മാണി സി കാപ്പനും കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയും പ്രിയപ്പെട്ട UDFന്റെ കരുത്തുറ്റ സാരഥി ശ്രീ മാണി സാറിന്റെ പ്രിയപുത്രൻ ജോസ് കെ മാണി ആണ് LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ മാണി സി കാപ്പനും LDFന്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ MP കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയുമാണ് ഇവിടെ മത്സരിക്കുന്നത്. കൂടാതെ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി PC ജോർജിന്റെ പുത്രൻ ഷോൺ ജോർജും ഈ മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ്. പാലായുടെ രാഷ്ട്രീയത്തിൽ UDFനെ എന്നും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ജനങ്ങളുടെ വിധി ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയാണ്. NDA സ്ഥാനാർത്ഥിയും നിലവിലെ MLAയും കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ജോസ് കെ മാണിയും ആണ് അംഗത്തിനിറങ്ങുന്നത്. പാലയിലെ വികസന പ്രവർത്തനങ്ങളെ ഊന്നി അത് വോട്ടാക്കി മാറ്റാനാണ് ശ്രീ മാണി സി കാപ്പന്റെ ശ്രമം. എന്നാൽ പാലയുടെ പൈതൃകവും മാണി സാറിന്റെ പൈതൃകവും വീണ്ടും ഉന്നയിച്ചുകൊണ്ട് മത്സരത്തിൽ ജയിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ശ്രീ ജോസ് കെ മാണി. LDF UDF സ്വതന്ത്ര മുന്നണികൾ രൂപീകരിച്ച് PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ BJPയുടെ ഭാഗമായിട്ട് NDA സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും മത്സരിക്കുകയാണ്. പാലയുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. നിലവിലെ LDF ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഇവിടെ ചർച്ചാ വിഷയമാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം പാലാ നിയോജക മണ്ഡലത്തിലെ മത്സരം വളരെ കടുപ്പമുള്ളതും എന്നാൽ നിലവിലെ LDF സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരവും ജനങ്ങളോടുള്ള അവമതിപ്പും ശ്രീ മാണി സി കാപ്പനെ വീണ്ടും MLA ആയി തുടരാൻ അനുവദിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.